നിങ്ങളെ പ്രത്യേകം ആശംസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഉടമ്പടിയിലുള്ളവർ എപ്പോഴും ക്രിസ്മസിലാണ്. ഞങ്ങൾക്കാണെങ്കിൽ ക്രിസ്മസ് വരുന്നു എന്നുള്ളത് മറ്റുള്ളവരെ പ്രതിയാണ് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയണത്. നമ്മൾ 24 മണിക്കൂർ ഇതിൻ്റെ അകത്ത് തന്നെയല്ലേ, ഇതിൻ്റെ തന്നെയാണ് കർത്താവിൻ്റെ ജോലിയും. 24 മണിക്കൂറും ക്രിസ്മസാണ്. ദൈവം ആരിലെല്ലാം ഹൃദയത്തെ ജനിക്കുന്നുവോ ഇവിടെ എല്ലാ ദിവസവും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവരുടെ ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ക്രിസ്മസ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, പാവപ്പെട്ടവരെ കരുതണം. നമ്മൾ ചോദിക്കണം, പക്ഷെ അവർക്ക് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ തോന്നത്തില്ല. പക്ഷെ നമ്മൾ ചിലരെ കണ്ടിട്ട് അവരെ കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം. അപ്പോൾ അവർക്ക് ക്രിസ്മസ് ഉണ്ടാകും, നമുക്ക് ക്രിസ്മസ് ഉണ്ടാകും. അതിനകത്ത് ജാതിയും മതവും ഒന്നും നോക്കരുത്. കാര്യം നമ്മളിവിടെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവരുടെയും കൂടെയാണ് സൃഷ്ടിച്ചത്. ദൈവം ആദ്യം മരങ്ങളെയും, അതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ കമ്പ് വെട്ടാൻ പോലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളെ സൃഷ്ടിച്ച് വിട്ടപ്പോൾ എല്ലാവരെയും അവരെയൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടാണ് നമ്മളെ അവസാനം സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ അവരെ എല്ലാവരും നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരൊക്കെ സൃഷ്ടിച്ചത്. അല്ല നമ്മളെ പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് അതിൽ നിന്ന് എടുക്കാം, അല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മരങ്ങളുടെ കായ്കൾ എടുക്കാം, മത്സ്യങ്ങളെ കഴിക്കാം, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ട് എല്ലാവരെയും സൃഷ്ടിച്ചതിന് ശേഷം ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിന് ഒരു കാര്യം, നമ്മൾ അതുങ്ങളെ നോക്കുമെന്നാണ്. വെള്ളം പോലും സൃഷ്ടിക്കുമ്പോൾ വെള്ളം ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. അത് നമ്മുടെ ഒരു ജനിതകമായ ഒരു ഉത്തരവാദിത്തമാണ്. പൊതു ഇടങ്ങളെ സംരക്ഷിക്കുക, വിശുദ്ധിയോടെ പരിസരങ്ങൾ സംരക്ഷിക്കുക, എല്ലാം. അപ്പം അതെല്ലാം എവിടെയെല്ലാം നിങ്ങളത് ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് ക്രിസ്തുവിനെ സംരംഭമാക്കുന്നുവോ അവർക്കെല്ലാം ക്രിസ്മസാണ്. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.